നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഈ ചൊവ്വയുടെ രാശി മാറ്റം കൊണ്ട് ഓരോ കൂറുകാർക്കും ഉണ്ടാകുന്ന താൽക്കാലിക ഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൂൺ 1 തീയതിയാണ് ചൊവ്വ സ്വന്തം രാശിയായ മേടത്തിലേക്ക് വന്നത്. ചൊവ്വയുടെ സ്വക്ഷേത്രവുമാണ് മൂലത്രികോണവുമാണ് ഈ മേടൻ രാശി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, ചൊവ്വയും അഗ്നിഭൂതമാണ്. അതായത് ചൊവ്വയിൽ അടങ്ങിയിരിക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് അഗ്നിയാണ്, ഫയർ എലമെൻ്റാണ്. അതുപോലെ തന്നെയാണ് മേടം രാശിയിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റും. മേടം രാശിയും ഒരു ആഗ്നേയ രാശിയാണ്, ചൂടുള്ള രാശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേടത്തിൽ സഞ്ചരിക്കുന്ന കാലം ചൊവ്വയ്ക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഫലം കിട്ടുന്നത്. ചൊവ്വയുടെ ഈ മാറ്റം കൊണ്ട് ചൊവ്വ ഒരു 42 ദിവസത്തേക്ക് മാത്രമാണ് മേടം രാശിയിലൂടെ സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത രാശിയിലേക്ക് മാറും. അപ്പോൾ ഈ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ആ അനുഗ്രഹ കാലവും, അതേ സമയത്ത് മൂലം, പൂരാടം, ഉത്രാടക്കാരെ സംബന്ധിച്ച് അവർ ധനുക്കൂറിലാണ് ഉൾപ്പെടുന്നത്. ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം, ഉത്രാടത്തിൻ്റെ ആദ്യ 15 നാഴികക്കകത്ത് ജനിച്ചവർ ധനുക്കൂറിലാണ് ഉൾപ്പെടുന്നത്. ധനുക്കൂറുകാരാണെങ്കിൽ ഇപ്പോഴ് ശനിദോഷമൊക്കെ മാറി ഒരുവിധം സ്വസ്ഥമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സുഖാനുഭവങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി കാണും. പ്രത്യേകിച്ച് വൈഷ്ണവമായ ഒരു രാശി കൂടെയാണല്ലോ വിഷ്ണു ഭഗവാൻ, അല്ലെ വ്യാഴമാണല്ലോ അധിപൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊക്കെ കുറേയെങ്കിലും കരപിടിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് ധനുക്കൂറുകാർക്ക്. നേരിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. മറ്റ് ഗ്രഹചാര ഫലങ്ങൾ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ ശനിദോഷം മാറിയതിൻ്റേതായ ഒരു ഉത്സാഹം അവർക്ക് കിട്ടുന്ന സമയമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അതായത് ധനു, മകരം, കുംഭം, മീനം, മേടം 5-ാമത്തെ ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ഈ 5-ാം ഭാവം ചൊവ്വയ്ക്ക് വളരെ ഗുണകരമൊന്നുമല്ല. പക്ഷേ ഈ 5-ാം ഭാവം എന്ന് പറയുന്നത് മേടം ആയിട്ട് വന്നതുകൊണ്ട്, ചൊവ്വയുടെ സ്വക്ഷേത്രമായതുകൊണ്ട് ചൊവ്വ കുറച്ച് ഗുണഫലങ്ങൾ കൊടുക്കും. അത് നമുക്ക് എന്തൊക്കെയാണ് ആ ഗുണഫലങ്ങൾ, ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്ന് വിശകലനം ചെയ്യാം. ഈ 5-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പം അമിതമായ വികാര വിക്ഷോഭങ്ങൾ, മനസ്സ് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമുക്ക് ആരോടെങ്കിലും പ്രതികരിക്കണമെങ്കിൽ അതിഭയങ്കരമായിട്ടങ്ങ് പ്രതികരിക്കും. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മുൻകരുതലെടുക്കുക. നമ്മൾ മുൻകോപം കൊണ്ട് എടുത്തു ചാടി മേലധികാരികളോടും മുതിർന്ന ബന്ധുക്കളോടും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോട്, അങ്ങനെയുള്ള ആൾക്കാരോട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊന്നും പൊട്ടിത്തെറിക്കരുത്. അതിനുള്ളൊരു സാധ്യത, ഒരു ടെൻഡൻസി ഉള്ളിൽ വരും. ദേഷ്യം വന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും. പക്ഷേ അത് ആ ബന്ധങ്ങളെ മുഴുവൻ തകർത്ത് കളയും, ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ കാരണമാകും. അപ്പോൾ 5-ൽ നിൽക്കുന്ന ചൊവ്വ അങ്ങനെ ഒരു ദോഷഫലം ചെയ്യുന്നുണ്ട്. മനസ്സ് അങ്ങോട്ട് സംഘർഷഭരിതമായിട്ട് വാക്കുകൾ പൊട്ടിത്തെറിക്കും. പിന്നെ എടുത്തുചാട്ടം വളരെയേറെ ശ്രദ്ധിക്കണം. മുൻകോപം പോലെ തന്നെ കുഴപ്പമാണ്, ആലോചിക്കാതെ ഏതെങ്കിലും കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളത്. നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല ഇടപെടുന്നത്, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ കാര്യത്തിൽ കയറി ഇടപെട്ട് കളയും. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തുക. മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട സമയമാണ് എന്നർത്ഥം. സാഹസികതയും ഉണ്ടാകും. സാഹസികത നല്ല കാര്യങ്ങളിലാണെങ്കിൽ ഗുണകരമാണ്. ഇപ്പോൾ ഒരാളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങി ഒരു സമൂഹത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ അത് ഗുണകരമാണ് ഈ സമയത്ത്. എന്നാൽ കലാപം ഉണ്ടാക്കാനും യുദ്ധം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയാൽ അത് വലിയ ദോഷവും ചെയ്യും. അപ്പോൾ എപ്പോഴും യുക്തിപൂർവമായിട്ട് ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് ഈ 5-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം. അതായത് ജന്മക്കൂറിൻ്റെ 5-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ധനുക്കൂറുകാർ അതാണ് ശ്രദ്ധിക്കേണ്ടത്. വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കുക, വാക്കുകൾ നിയന്ത്രിക്കുക. പൊട്ടിത്തെറി പാടില്ല. പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ടേ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. കയ്യിൽ നിന്ന് പോയ കല്ലും നമ്മുടെ വായിൽ നിന്ന് പോയ വാക്കുകളും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. മറ്റുള്ളവർക്ക് മുറിവേറ്റാൽ അത് ഏറ്റത് തന്നെയാണ്. പിന്നെ ഗുണകരമായ കാര്യമുണ്ട്. 5-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ എന്താണ്, 5 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലഗ്നത്തിൻ്റെ 5-ാം ഭാവമാണ് പറയുന്നതെങ്കിലും താൽക്കാലിക ഫലം പറയുമ്പോഴേ ഈ 5-ാം ഭാവം എന്ന് പറയുന്നത് എന്താണ്, പ്രജ്ഞ, പ്രതിഭ, മേധ, വിവേകശക്തി,
അല്ലേ? അപ്പോൾ അത് നമ്മുടെ ബുദ്ധിപരമായ കഴിവുകളെ ഉത്തേജിപ്പിക്കും. അതായത് ബുദ്ധിപരമായ കഴിവുകൾ കൊണ്ട് മുന്നിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാലമാണ് ചൊവ്വ 5-ൽ സഞ്ചരിക്കുന്ന ഈ ഇടവം മിഥുന മാസം. അതായത് ജൂൺ 1 മുതലുള്ള ഒരു 42 ദിവസം ധനുക്കൂറുകാർക്ക് ബുദ്ധിപരമായിട്ട് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്ന കാലമാണ്. അവർ ആലോചിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വിജയിക്കാനായിട്ട് അവർക്ക് സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരെക്കാൾ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളും മുന്നിട്ടിറങ്ങി വിജയകരമാക്കാൻ സാധിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാനും ആ പരീക്ഷിച്ച് വിജയിക്കുന്നവ നമ്മുടെ അടുപ്പമുള്ളവരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ എത്തിച്ച് കൊടുക്കാനുമൊക്കെയുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു സന്നദ്ധത ഉണ്ടാകും. പിന്നെ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഉത്സാഹം എന്ന് പറയുന്നത് പലതരത്തിൽ ഉപയോഗിക്കാം. നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, തിന്മയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. ഈ സമയത്ത് നമുക്ക് ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ ഈ ആ ഉത്സാഹം മുഴുവൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ എനർജി നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. അതായത് നല്ല കാര്യങ്ങൾക്ക്, ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക്, കുടുംബത്തിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാം, വീട് പണി ചെയ്യാം. ഈ സമയത്ത് വീട് പണിയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 5-ൽ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ പോലും സന്താനങ്ങൾക്ക് കുറച്ച് സന്താനങ്ങളുമായിട്ട് അല്പം സംഘർഷമൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. പക്ഷേ അതൊക്കെ വിട്ടുകളഞ്ഞാൽ നമുക്ക് വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. ചിലപ്പോൾ വീട് പണിയാൻ വരുന്ന മേസ്ത്രിയായിട്ട് കണക്കിലോ ഒക്കെ കുറച്ച് തർക്കം ഉണ്ടാകാൻ മേലാഴിയില്ല കേട്ടോ, ചൊവ്വയാണല്ലോ ആൾ. എന്നാൽ അതേ സമയത്ത് കാര്യനിർവഹണത്തിൽ വളരെ കാര്യക്ഷമത ഉണ്ടാകും. കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഫാമിലി സെറ്റപ്പിൽ, അതായത് ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ, അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റിൽ, ഒരു റെസിഡൻസ് അസോസിയേഷനിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന കാലമാണ്. അപ്പോൾ ആ രീതിയിൽ പോസിറ്റീവായിട്ട് അതങ്ങ് ഉപയോഗിക്കുക, ആ ഉത്സാഹം അല്ലെങ്കിൽ ആ വീര്യം. പിന്നെ പ്രസംഗം, എഴുത്ത് തുടങ്ങിയവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, സാഹിത്യരചന, കവിതാരചന, അതുപോലെ തന്നെ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമാണ്. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഏറ്റവും ഉത്തമമായൊരു സമയം കൂടെയാണ്. ഒരു തരത്തിൽ വാക്കുകൾ കൊണ്ട് അവരെ ആക്രമിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. എവിടെ? ചൊവ്വയുടെ ആക്രമണ സ്വഭാവം അങ്ങനെ അങ്ങ് പോകും. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ അത് ഗുണകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. 5-ൽ ചൊവ്വ സഞ്ചരിക്കുന്ന ഈ കാലം നിങ്ങൾക്ക് ഉള്ളിലുള്ള ആശയങ്ങൾ ഏറ്റവും ബുദ്ധിപരമായിട്ട് മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. അത് പരീക്ഷിച്ച് നോക്കി, സ്വയം അത് ചെയ്തു നോക്കി ബോധ്യപ്പെടുക. പിന്നെ നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്, പ്രത്യേകിച്ച് ലോഹങ്ങൾ, സ്വർണ്ണമോ വെള്ളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോഹങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. ഇതും നമ്മുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചാണ് കേട്ടോ. ജാതകത്തിൽ ഈ ശുക്രൻ്റെ സ്ഥാനമൊക്കെ വളരെ ഗുണകരമാണ്. സൂര്യൻ്റെ സ്ഥാനം ഗുണകരമൊക്കെയാണെങ്കിൽ സ്വർണം വാങ്ങിക്കാനായിട്ട് സാധിക്കും. സ്വർണത്തിൻ്റെ വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലുമൊക്കെ രീതി സ്വർണം വാങ്ങിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാലമാണ് ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ. അതേസമയത്ത് ജാതകത്തിൽ ഈ ഭാഗ്യങ്ങൾ പ്രതികൂലമാണ് എങ്കിൽ ചിലപ്പം നമ്മൾ വീടിന് മുകളിലിടാനുള്ള ഒരു ഷീറ്റായിരിക്കും വാങ്ങിക്കുന്നത്. കുറച്ച് അതും ലോഹമാണല്ലോ, ലോഹങ്ങളാണ്. ഏത് തരത്തിലുള്ള ലോഹങ്ങളാണ് കയ്യിലേക്ക് വരുന്നതെന്നുള്ളത് നമുക്ക് പറയാനൊക്കില്ല. എന്താണെങ്കിലും ലോഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന കാലമാണ്. ഇപ്പോൾ ഈ അല്ലെങ്കിൽ നമ്മളൊരു ഇരുമ്പ് ബക്കറ്റ് വാങ്ങിച്ചാലും അതും ലോഹമാണല്ലോ. അല്ലെങ്കിൽ ഒരു ആയുധം, ഇരുമ്പ് ആയുധം വാങ്ങിക്കുകയാണ്, ചൊവ്വ ആയുധത്തിൻ്റെ കാരകനാണ്, അതും ലോഹമാണ്. അപ്പം ഏതൊരു രീതിയിലും ഇത് വന്നുചേരാം. അപ്പം നമുക്ക് അനുകൂലമായൊരു കാലഘട്ടമാണെങ്കിൽ സ്വർണം തന്നെ വാങ്ങിച്ച് നിക്ഷേപം എന്നുള്ള രീതിയിൽ വാങ്ങിച്ച് കൈ സൂക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനായിട്ട് സാധിക്കും. കാര്യനിർവഹണം വളരെ കാര്യക്ഷമമായ രീതിയിൽ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇളയ സഹോദരന്മാരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിടിവാശിയും നിർബന്ധമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സമാധാനത്തിൻ്റെ രീതിയിൽ കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അമിത ഉത്സാഹം, എടുത്തുചാട്ടം, അമിത കോപം, മുൻകോപം, പൊട്ടിത്തെറിച്ചുള്ള സംസാരം, അതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ ഉത്സാഹം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുക. അതിന് ഏറ്റവും പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ പ്രവേശന പരീക്ഷ, അഭിമുഖങ്ങളിലൊക്കെ വിജയം നേടാൻ സാധിക്കും. നിങ്ങൾ സിവിൽ സർവീസിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിക്കോ. ഈ ഒരു സമയത്ത് തുടങ്ങിക്കോളൂ. ആ ഉത്സാഹം നിങ്ങൾക്ക് അവസാനം വരെ നിലനിർത്താനായിട്ട് ചൊവ്വ സഹായിക്കും.
അധികാരം കിട്ടും, നിങ്ങൾക്ക് പ്രൊമോഷനോ ജോലിയിൽ ഇൻക്രിമെൻറ്റോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലസത വെടിയണം. നിങ്ങൾ പുരോഗതിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ബുദ്ധി നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് പുരോഗതിയിലേക്ക് പോകാൻ കഴിയുന്ന അവസരങ്ങളാണ് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നില ഒരുക്കി തന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ചൊവ്വയുടെ തൊട്ടടുത്ത രാശി, 6ാമത്തെ രാശിയിൽ നിൽക്കുന്നത് സൂര്യനാണ്. അതിനോടൊപ്പം വ്യാഴമുണ്ട്, ശുക്രനുണ്ട്. അപ്പോൾ സൂര്യനെ നമുക്കെടുക്കാം. സൂര്യൻ 6ാം ഭാവത്ത് നിൽക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ പരാജയപ്പെടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ശത്രുക്കൾ എത്രയേറെ നമുക്ക് എതിരെ പ്രവർത്തിച്ചാലും അത് വേണ്ടത്ര ഫലിക്കുകയില്ല. നമുക്ക് പലപ്പോഴും പിടികിട്ടുകയും ചെയ്യും. ശത്രുക്കളുടെ പ്രവർത്തനം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന ചൊവ്വയും 6ാം ഭാവത്തിൽ ശത്രുക്കളെ ഒതുക്കുന്ന സൂര്യനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അധികാര സ്ഥാനങ്ങളൊക്കെ കൈയടക്കാം, അധികാരികളെ നമുക്ക് സ്വാധീനിക്കാനൊക്കെ കഴിയും, ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം, അതൊക്കെ ഉണ്ടാകും. അപ്പം വിദ്യാർത്ഥികൾ അലസത വെടിഞ്ഞ് പഠിക്കാൻ തുടങ്ങുക. ബുദ്ധിപരമായിട്ട് ബുദ്ധി കൂർമ്മത ഉണ്ടാക്കാൻ തുടങ്ങുന്നൊരു കാലമാണ്. ഈ പറഞ്ഞ പോലെ താല്പര്യമുള്ള ആളുകൾ സിവിൽ സർവീസ് പരീക്ഷകളും മത്സര പരീക്ഷകളൊക്കെ എഴുതാനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊള്ളുക. ഇപ്പോഴത് തുടങ്ങാൻ കഴിയുന്നതാണ്. അത് ഫലപ്രാപ്തിയിൽ എത്തുന്നതാണ് ഇപ്പോൾ തുടങ്ങിയാൽ. പിന്നെ മറ്റ് ചില നെഗറ്റീവ് സൈഡുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങളൊന്നും കൃത്യസമയത്ത് നടക്കണമെന്നില്ല, ചെറിയ കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. നമ്മൾ സമയം വെറുതെ കളയരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതിന് സാധിക്കും. ചൊവ്വയുടെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ, ക്ഷീണം അറിയാതെ ജോലി ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുക, ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്ന ഇതിലൂടെ നമ്മുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായിട്ട് വിവിധ സ്രോതസ്സുകളിലൂടെ, മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയാണല്ലോ, അപ്പോൾ നമുക്ക് വിവിധ സ്രോതസ്സുകളിലൂടെ ധനം എത്തിച്ചു തരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വഭാവവും നമ്മുടെ വാക്കുമാണ് അതിനകത്ത് പ്രധാനം. നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളല്ല നമ്മുടെ വാക്കും പ്രവൃത്തിയും. അപ്പോൾ അത് നല്ല മാന്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല സോഴ്സിൽ നിന്നും, വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഏതെങ്കിലും വിപണനം നടത്തുന്ന ആർക്കാണെങ്കിലും, അതുപോലെ സർവീസ് മേഖലയിലുള്ളവർ, അവർക്കൊക്കെ ഈ സമയത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാനായിട്ട് സാധിക്കും. ഈ നിർബന്ധ ബുദ്ധി പിടിച്ചു കഴിഞ്ഞാൽ മനക്ലേശം ഉണ്ടാകും ഈ സമയത്ത്. ഈ ചൊവ്വയുടെ ഒരു സ്വഭാവമാണത്, നിർബന്ധ ബുദ്ധിയും പിടിവാശിയൊക്കെ. പക്ഷേ അത് മനക്ലേശത്തിന് കാരണമാകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റീവായിട്ട് സമയം ഉപയോഗിക്കുക. ഉദരസംബന്ധമായ രോഗങ്ങൾ ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പേടിക്കാനൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറിക്കോളും. അല്ലെങ്കിൽ ചെറിയ നാട്ടുമരുന്നോ അല്ലെങ്കിൽ ഒരു ഇഞ്ചി, ഉപ്പ് ചേർത്ത് ഇഞ്ചി കഴിക്കുക, അങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളിലൂടെ മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. വലിയ രോഗങ്ങളൊന്നും വരാൻ ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ ജാതകത്തിൽ അതുപോലെ നീചഭാവത്തിലാണ് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ വരികയുള്ളൂ. ഇപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണ്? ഈ വ്യാഴത്തിനൊരു മൗഢ്യം ഉണ്ട്, സൂര്യനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വയറിനൊക്കെ ഈ ചൊവ്വയുടെ എഫക്റ്റ് കൊണ്ട് വയറിന് അസുഖം വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക. അതായത് ഈ രോഗങ്ങളിൽ നിന്നും ചോരന്മാരിൽ നിന്നും ഉപദ്രവം എന്നുള്ള ഒരു ഫലം നമുക്ക്, അതായത് ജനറലായിട്ടുള്ള ഫലം പറയുമ്പോൾ, പൊതുഫലങ്ങൾ പറയുമ്പോൾ അതുകൂടെ പറഞ്ഞു പോകേണ്ടി വരും. ചൊവ്വയ്ക്ക് അങ്ങനെ ഒരു കാരകത്വം കൂടെ ഉണ്ട്. കള്ളന്മാർ, രോഗം, വയറിന് രോഗം, പ്രത്യേകിച്ച് രക്തസംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4ലാണ് രാഹു നിൽക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് രോഗങ്ങൾ ഉണ്ടാകാം. ഈ രാഹു കുറച്ച് ധനമൊക്കെ കൊടുക്കും എന്നുള്ളത് വേറൊരു കാര്യം. അതുപോലെ തന്നെ കേതു കന്നി രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ശനിയാണെങ്കിൽ അനുഗ്രഹദായകനായിട്ടാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് നിൽക്കുന്നത്, 3ലാണ്. ശനിക്ക് 3, 6, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം ഗുണകരമാണ്. അപ്പോൾ കൃഷിഭൂമിയിൽ നിന്നും ഒക്കെ ആദായം കിട്ടാനുള്ള യോഗമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി കുറച്ച് ഭൂമി വിൽക്കണം, അതിൽ നിന്നൊക്കെ ലാഭം കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൃഷി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഭൂമിയായിട്ടും കൃഷിയുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണ്. പക്ഷെ ചൊവ്വയുടെ ഒരു പ്രത്യേകതയാണ് ഈ കള്ളന്മാരിൽ നിന്നുള്ള ശല്യവും അതുപോലെ തന്നെ മുറിവുകൾ, വാഹനങ്ങളിൽ നിന്നുള്ള
അപകടങ്ങൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. അതാണ് എടുത്തിയാട്ടവും ആവേശമൊക്കെ കൂടുമ്പം ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. അപ്പോൾ അതാണ് നമുക്ക് ധനുക്കൂറിൻ്റെ ഈ പൊതുഫലമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി നമുക്ക് നക്ഷത്ര പ്രത്യേകത കൊണ്ടുള്ള ഫലം കൂടെ നോക്കാം. അതായത് മൂലം നക്ഷത്രമാണ് ധനുക്കൂറിലെ ആദ്യം വരുന്നത്. അപ്പോൾ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിൽ നേരിയ പ്രശ്നമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലസത തോന്നാം. കാരണം അവധിക്കാലമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പരീക്ഷക്കാലം വരെ ഒരു ഫ്രീ മൈൻഡായിരിക്കും. അപ്പോൾ അലസതയൊക്കെ മാറ്റിയിട്ട് ചൊവ്വ ബുദ്ധിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഈ പരീക്ഷയുടെ അങ്ങോട്ട് അടുക്കുമ്പോഴല്ല ഓടിച്ചെന്ന് പഠിക്കേണ്ടത്. നേരത്തെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഏത് പരീക്ഷയും തരണം ചെയ്തു പോകാൻ സാധിക്കും. അപ്പം വീഴ്ചകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അവരുടെ പ്രായോഗിക ബുദ്ധി കാണിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ആത്മാർത്ഥമായിട്ട് ജോലിയിൽ പ്രവർത്തിക്കുക. അനാവശ്യ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കണം. അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ വഴക്കും തർക്കമൊക്കെ ഉണ്ടാകാം. അധികാരമുള്ള പദവികൾ ലഭിക്കാനായിട്ട് മൂലനക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ സാധിക്കും. അതിലൂടെ അംഗീകാരം ലഭിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിൽ വെച്ചോളുക. കൃത്യമായിട്ട് ഇത് സാധിക്കുന്നു ഇല്ലേ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയോ. കൃത്യമായിട്ട് മൂലനക്ഷത്രക്കാർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ ഗുണകരമായ ആനുകൂല്യങ്ങൾ അവർക്ക് ഈ സമയത്ത് കിട്ടും. കുടുംബത്തിൻ്റെ സഹകരണം ഉണ്ടാകും. സഹോദരങ്ങളുടെ സഹകരണം ഉണ്ടാകും. വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കും. പ്രശ്നങ്ങളെ ബുദ്ധിപൂർവ്വം സമീപിച്ച് പരിഹാരമുണ്ടാക്കാനായിട്ട് സാധിക്കും. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെയെങ്കിലും മാറി നിൽക്കും. എന്ന് പറഞ്ഞാൽ പല സോഴ്സുകളിൽ കൂടെ വരുമാനം ലഭിക്കും. ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കലാവാസനകൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കലാരംഗത്തു നിന്നും വരുമാനത്തിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഹോബിയായിട്ടാണെങ്കിൽ ആ ഹോബി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചിത്രകല, നൃത്തം, നാടകം, സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. എന്നാൽ അതേ സമയത്ത് പ്രേമകാര്യങ്ങളിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നുള്ള എതിർപ്പ് പ്രധാനമായിട്ടും ഉണ്ടായേക്കാം. വാഹനം ഉപയോഗിക്കുന്നതിൽ മൂലനക്ഷത്രക്കാർ ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. അപ്പോൾ ഇതാണ് ആ മൂലനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേക ഫലമായിട്ട് നമ്മൾ കാണുന്നത്. അടുത്ത പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് ബന്ധുക്കളിൽ നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായേക്കാം. അതായത് മുറിവേൽപ്പിക്കുന്ന വാക്കുകളൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പൂരാട നക്ഷത്രക്കാർക്ക്. മിക്കപ്പോഴും അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ ബന്ധുക്കൾക്ക് ഉപകാരമുള്ള സമയത്ത് നമ്മൾ പോയി ഉപകാരം ചെയ്തു കൊടുക്കും. ആ ആവശ്യം കഴിയുമ്പോൾ അവരത് മറന്നുപോകും. എന്നിട്ട് കുത്തുവാക്കുകൾ ഉപയോഗിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടവും വരും, ദേഷ്യവും വരും. ഇത് ഈ സമയത്ത് അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാം. ഒന്നിലേറെ വരുമാന മാർഗങ്ങൾ അവർക്ക് സൃഷ്ടിച്ച് കിട്ടിയേക്കാം. ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യ ചിലവുകൾ ഉണ്ടായേക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടല്ല ചിലവ് വരുന്നത്. കുടുംബത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന അവസരങ്ങൾ ഉണ്ടായേക്കാം. അത് ചെറിയ തോതിൽ മുതൽ വലിയ തോതിൽ വരെ ആയേക്കാം. അത് നിങ്ങളുടെ ജനന സമയത്തെ കൂടെ ആസ്പദമാക്കിയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം നോക്കുന്നത് ആത്മവിശ്വാസം കൂടുന്ന കാലമാണ് പൂരാട നക്ഷത്രക്കാർക്ക്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് പല പദവികളും പല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പദവികളൊക്കെ ലഭിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിച്ചേക്കും. പിതൃഭാഗത്തു നിന്നുള്ള പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ബന്ധുക്കളുടെ സഹായം ലഭിക്കാം. പിതൃസ്വത്തോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കാനായിട്ട് കൂട്ടത്തിൽ പഠിച്ചവരുമായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് കാണാതിരുന്ന ബന്ധുക്കളുമായിട്ട് കണ്ടുമുട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടന്നേക്കാം. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം പൂരാട നക്ഷത്രക്കാർക്കുണ്ട്. ബിസിനസ്സിൽ നിന്നും സാമാന്യം നല്ല ആദായം ലഭിക്കുന്ന കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മികച്ച രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പൂരാട നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ സമയത്ത് നമുക്ക് ആ ബുദ്ധി, നമ്മുടെ അഗ്രസീവായിട്ടുള്ള ബുദ്ധി
ആം, പുരോഗമനാത്മകമായ അല്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടണം. ചൊവ്വയ്ക്ക് എപ്പോഴും യുദ്ധം ചെയ്യാനും മുന്നേറാനുമുള്ള പ്രവണതയാണ്. പഴയകാലത്ത് സേനാധിപൻ്റെ സ്ഥാനമാണ് ജ്യോതിഷത്തിൽ ചൊവ്വയ്ക്ക് പറയുന്നത്. ഈ പഴയ കാലത്ത് സേനാധിപൻ പോയി വെട്ടിപ്പിടിക്കുകയാണല്ലോ ചെയ്യുന്നത്. രാജാവിന് വേണ്ടിയിട്ട് സൈന്യാധിപൻ സൈന്യത്തെ നയിച്ചു പോയി വെട്ടിപ്പിടിക്കുക, രാജാവ് അതിൻ്റെ കൂട്ടത്തിൽ കാണും എന്നുള്ളതേ ഉള്ളൂ. ആ സൈന്യത്തിൻ്റെ ബലം എന്ന് പറയുന്നത് സേനാധിപൻ്റെ തന്ത്രങ്ങളിലാണല്ലോ. അപ്പോൾ ഈ സേനാധിപൻ അഞ്ചിൽ നിൽക്കുമ്പോൾ ആ തന്ത്രങ്ങൾ ബുദ്ധിപൂർവമായിട്ട് ഉപയോഗിച്ച് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കുട്ടികൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊള്ളുക. പിന്നെ നല്ല സ്ഥാപനത്തിലൊക്കെ പ്രവേശനം കിട്ടാനുള്ള യോഗ്യതയും യോഗവും പൂരാട നക്ഷത്രക്കാർ ആയ കുട്ടികൾക്ക് ഉണ്ട്. അടുത്തത് ഉത്രാടത്തിൻ്റെ ആദ്യ പാദത്തിലുള്ളവരാണ്. അപ്പോൾ അവർക്കും ശനിദോഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് 7.5 ശനിയുടെ ദോഷം മാറിക്കഴിഞ്ഞിരിക്കുന്ന കാലമാണ്. 3-ലാണ് ശനി സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് ഗുണകരമാണ്. ഈ ഉത്രാട നക്ഷത്രക്കാർ 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 15 നാഴികയ്ക്ക് അത് ജനിച്ചവരാണ് ധനുക്കൂറി വരുന്നത്. അവരെ സംബന്ധിച്ച് ശനി അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. ചൊവ്വ 5-ലാണ് നിൽക്കുന്നത്. സൂര്യനും വ്യാഴമൊക്കെ 6-ലും. 6-ൽ വ്യാഴം എന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല എങ്കിൽ പോലും സൂര്യൻ്റെ സ്ഥാനം 6 നിൽക്കുന്നത് ദോഷകരമല്ല, പല ഗുണങ്ങളും ഉണ്ടാകും. അപ്പോൾ കൂട്ടുകെട്ടുകൾ കൊണ്ട്, പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഗുണമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. ഉന്നത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഉന്നത വ്യക്തികളൊക്കെ നമ്മളെ പിന്തുണയ്ക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ്സൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ഉന്നത വ്യക്തികൾ വന്ന് നമ്മളോട് നമുക്ക് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഹോട്ടൽ തുടങ്ങി, അവിടെ ഏതെങ്കിലും ഒരു VIP വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോപ്പുലറാകും. അപ്പോൾ ആ രീതിയിലുള്ള ചില പ്രത്യേക അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. പിന്നെ കർമ്മരംഗം ശോഭനമാകുന്നതാണ്. ബുദ്ധിയെ നന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ചിന്തകൾ വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക്, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗത്തുള്ളവർക്ക്. അത് പ്രത്യേകം എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ധനുക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും, അതായത് ധനുക്കൂറിൽ വരുന്ന ഉത്രാടത്തിൻ്റെ ഭാഗത്തിൽ ജനിച്ചവർക്കും മകരക്കൂറിൽ ജനിച്ചവർക്കും 2 തരത്തിലാണ് ഫലങ്ങൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ഒന്ന് ആവർത്തിച്ച് പറയുന്നത്. നേരത്തെ കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മിക്കവാറും ഏതെങ്കിലും വിവാഹ കാര്യങ്ങളിലൊക്കെ ബന്ധുക്കളെ കൂടെ ഒന്നിച്ചു ചേർന്ന് വീണ്ടും പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. അതിനുവേണ്ടി കുറച്ച് പണച്ചെലവൊക്കെ ഉണ്ടായേക്കാം. സാമ്പത്തിക അച്ചടക്കം വളരെ കർശനമായിട്ട് പാലിക്കണം. ചെലവുകൾക്കുള്ള ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ കേസുകളൊക്കെ അനുകൂലമായിട്ട് വരും, അല്ലെങ്കിൽ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും നല്ലൊരു പരിധി വരെ. നമുക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലതും മാറിപ്പോകും. കാരണം ആദിത്യൻ്റെ സ്ഥാനം ഒരു ഘടകമാണ്, ചൊവ്വ നൽകുന്ന ബുദ്ധിയും അതിനൊരു ഘടകമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കേസുകളിൽ നിന്നൊക്കെ ഊരിപ്പോകാനായിട്ട് സാധിക്കും. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിലാണ്. വയറിന് രോഗമുണ്ടാകാൻ സാധ്യത പൊതുവെ പറഞ്ഞല്ലോ ധനുക്കൂറുകാർക്ക്. പക്ഷേ വിഷബാധ വരെ എത്താനുള്ള സാധ്യതയുണ്ട് ഉത്രാടത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെട്ടവർക്ക്. അപ്പം നല്ല സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ ഫലം ഇങ്ങനെ ഒരു ജ്യോത്സ്യം പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ വയറ്റിൽ അസുഖം ഉണ്ടായിട്ട് കിടപ്പായി പോകുന്നോ കോളറ പിടിക്കുന്നോ ഒന്നും അർത്ഥമില്ല. ഡിസെൻട്രി ഉണ്ടാകുന്നോ ഒന്നും അല്ല പറഞ്ഞേ. വയറിന് അസുഖത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് അതൊരു മുന്നറിയിപ്പായിട്ട് കരുതി നല്ല ഹോട്ടലുകളിൽ നിന്നോ അല്ലെങ്കിൽ നല്ല സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ചൂടുള്ള ഭക്ഷണം കഴിക്കുക, അണുബാധയില്ലാത്ത ഭക്ഷണം കഴിക്കുക, നമുക്കറിയാവുന്ന നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം കഴിക്കുക. ഈ യാത്രകളൊക്കെ ചെയ്യുന്നവർ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരുവിധം ഒരു ക്രെഡിബിലിറ്റിയുള്ള വിശ്വസ്തതയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. വയറിന് അസുഖം വരാനുള്ളൊരു സാധ്യത ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിലേക്കുണ്ട്. 1 മാസം കൂടെയെങ്കിലും അത് നിലനിൽക്കും. അപ്പോൾ വ്യാഴവും മൗഢ്യത്തിലാണല്ലോ, അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ പാർട്ട്ണർഷിപ്പുകൾ ഗുണകരമാകുന്ന കാലമായതുകൊണ്ട് അത്തരം ബിസിനസ് ചെയ്യുന്നവർ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉത്രാടത്തിൻ്റെ ആദ്യ പാദക്കാരെ പറ്റി ഇത്രയേ നമുക്ക് പറയാനുള്ളൂ. ഭക്ഷണം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ തൊഴിൽ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകളൊക്കെ വേണ്ടി വരും. എങ്കിലും നമുക്ക് വീട്ടിലെ കാര്യവും ജോലിയിലെ കാര്യവും എല്ലാം കാര്യക്ഷമമായിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതൊരു ഗുണകരമായ കാര്യമാണ്. ഇപ്പോൾ ചൊവ്വ ഏതാണ്ട് പകുതിയിലേറെ ഗുണകരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയം നന്നായിട്ട് ഉപയോഗിക്കുക.
ചൊവ്വ നൽകുന്ന ഈ എടുത്തുചാട്ടവും ബുദ്ധി എന്നല്ല ബുദ്ധി കൂർമ്മതയും ഈ സമയത്ത് നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അല്ലാത്ത കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ടാകും. ചില ആളുകൾ നമ്മളെ മോശം പാതയിലേക്ക് വലിച്ചിടാനൊക്കെ ശ്രമിച്ചേക്കാം. അതിലൊന്നും പോകരുത്. നമുക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ 3 നക്ഷത്രക്കാർക്കും ഉള്ളത്. അത് നന്നായിട്ട് ഉപയോഗിക്കുക, ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക. ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അങ്ങനെ ആയിരിക്കും ഇത് കേൾക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഈശ്വര വിശ്വാസികൾ അവർ പ്രാർത്ഥിക്കുന്ന മൂർത്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഈ വാഹനാപകടത്തിൻ്റെയൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതങ്ങ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകുകയില്ല. അങ്ങനെയൊക്കെ എന്ന് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഈ അനുഭവങ്ങളിൽ കുറേയെങ്കിലും നിങ്ങൾക്കൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ എന്താണ് പറയാനുള്ളത്? മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. അവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. ഇനി അടുത്ത രാശികളെ പറ്റിയുള്ള വീഡിയോ തുടർന്നുള്ള ദിവസങ്ങളിലിടാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ. എല്ലാവരുടെയും ബുദ്ധി ദൈവം പ്രകാശിപ്പിക്കട്ടെ. ആ ബുദ്ധി നന്നായിട്ട് ഉപയോഗിച്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമസ്കാരം.